ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഗംഗേട്ടനും മാലതിയേടത്തേക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അപ്പോൾ വൈജയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് മാലതി ചോദിക്കുമ്പോൾ, നീ ഒന്നും മിണ്ടണ്ട, വൈജയുടെ സൈഡിൽ ഒന്നും മിണ്ടാതെ അങ്ങ് നിന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, അവളെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഗംഗേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതോടുകൂടി ബാലചന്ദ്രനൊക്കെ പോയാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാലതി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് മാലതി അങ്ങ് പോയി. പക്ഷേ ഗംഗേട്ടൻ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്തു. എന്തായാലും ബാലനെ പോലെ ഒരു മനുഷ്യൻ പോയായിരുന്നെങ്കിൽ എന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ, അതിൻ്റെതായ ഒരു സങ്കടവും ടെൻഷനും ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗംഗേട്ടനുണ്ടായി. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെ നിന്നാണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി കമലയുടെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ട് ഇവിടെ നമ്മുടെ വൈജയോടും ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ വൈജയോട് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴും വൈജ പഴയ രീതിയിൽ തന്നെ നിൽക്കുകയാണ്, ഒന്നും മാറാൻ തയ്യാറല്ല. ഇപ്പോഴും ബാലചന്ദ്രനും മറ്റുള്ളവരെല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു രീതിയിലാണ് പുള്ളിക്കാരി ഇവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നേരെ ഇനിയിപ്പം വൈജയോട് ഒത്തിരി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇവർ നേരെ അങ്ങോട്ട് പോവുക. രണ്ടുപേരും കൂടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കമല വന്ന് വാതിൽ തുറന്നു. ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു കമലയ്ക്കാണെങ്കിലും. ചേട്ടനും പൂത്ത ചേച്ചിയൊക്കെ അല്ലേ, ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവരെ വീട്ടിലകത്തേക്ക് വിളിച്ചു. പിന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ആയി, വിശേഷം പറച്ചിലൊക്കെ ആയി. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും മുറി കാണിച്ചു കൊടുക്കാൻ ഹരിയോട് പറഞ്ഞു, ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹരി ഇവർക്ക് കൊണ്ടുപോയി മുറിയൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ മുറിയെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതേ നമ്മുടെ ഹരിയുടെ കൂടെ തന്നെ ഇവർ ഫ്രഷായി താഴേക്ക് ഇറങ്ങി വരിക. അപ്പോൾ കമലയാണെങ്കിൽ ഇവർക്ക് കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചേക്കുന്നു. ഈ സമയത്ത് അവിടെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ഹരി ചോദിച്ചു. അപ്പോഴും കമലയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചോദിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്കിള് വീട്ടിലേക്ക് വരുന്നത്, എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗേട്ടൻ ഈ കാര്യങ്ങളെല്ലാം, അതായത് ബാലൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം ഇവരോട് പറയുവാണ്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റേതായ മറുപടികൾ കമലയും പറയും കേട്ടോ, അതും വൈജയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ വൈജയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും ഗംഗേട്ടനും മാലതിയേട്ടത്തെയും കൂടെ പരസ്പരം നോക്കി. ശരിക്കും പറഞ്ഞാൽ എന്താണ് കമലെ വൈജയുടെ പ്രശ്നം, വൈജയുടെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമെന്ന് ചോദിക്കുമ്പം അവൾക്ക് ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ പ്രശ്നം അലീനയാണ്. അലീനയോ? അലീന എങ്ങനെയാണ് അവൾക്ക് പ്രശ്നമാകുന്നതെന്ന് ചോദിക്കുമ്പം അലീന എന്നാ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണെന്ന് കമല പറയുക. അപ്പോൾ വൈജയന്തിയോടും ഞങ്ങളോട് ആരോടും അഭിപ്രായം ചോദിക്കാതെയാണ് അച്ഛൻ ആ പെണ്ണിനെ പോയി കണ്ട് മനുവിനെയും ബാലചന്ദ്രനെയും ഏൽപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം പറയുവാണ്. അച്ഛൻ എങ്ങനെയാണ് അവരെ പോയി കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയാൻ മേല. ഒരു ദിവസം കഴക്കൂട്ടത്ത് ഒരു ഓർഫണേജ് നടത്തുന്ന സ്ത്രീ അച്ഛനെ ഇവിടെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ അച്ഛനുമായിട്ട് ആ സ്ത്രീ ഒറ്റയ്ക്ക് കുറേ നേരം റൂമിലിരുന്ന് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നെയാണ് അച്ഛൻ മനുവിനെയും കൂട്ടി തിരുവനന്തപുരത്തിന് പോകണമെന്നുള്ള കാര്യം പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ആകുന്നത് പറഞ്ഞതാണ് പോകരുതെന്ന്. പക്ഷേ അച്ഛന് പോയേ പറ്റുണ്ടായിരുന്നുള്ളൂ. മനു അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയാണ് ആദ്യം അങ്ങോട്ടേക്ക് പോയതെന്നുള്ള കാര്യം പറയാം. ആ ഒരു തിരുവനന്തപുരം യാത്ര കഴിഞ്ഞ് വന്നതോടെ കൂടിയാണ് അച്ഛൻ്റെ ആരോഗ്യം മോശമായതെന്നും അച്ഛൻ്റെ അസുഖം കൂടിയതെന്നുള്ള കാര്യം പറയുക. അങ്ങനെ അച്ഛൻ അതിനുശേഷം പോയി. പിന്നീട് ബാലചന്ദ്രനും മനുവും കൂടി പോയി ഈ അലീന എന്ന് പറയുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു എന്ന് പറഞ്ഞു. മനു ആണെങ്കിലോ അവളെ കൊണ്ടുവരൂ, മുത്തശ്ശൻ പറഞ്ഞേൽപ്പിച്ചതാണെന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം പറയുക. അവളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവളെ ഞങ്ങൾ കാണുന്നത് പോലും. അവളെ കണ്ട മാത്രമേ തന്നെ വൈജയ്ക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നേ തന്നെ വൈജയ്ക്ക് അവളോടൊരു നീരസം ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നു. അവളെന്തോ അവളുടെ പ്രവർത്തികളും മറ്റും മാതിരിയൊക്കെ കണ്ടാൽ വൈജയുടെ മകളാണ് അവളെന്നുള്ള തോന്നുന്ന രീതിയിൽ വരികയായിരുന്നു അവളുടെ പ്രവർത്തികൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് പിടിച്ചാൽ കിട്ടാതായി. വൈജയ്ക്ക് പിന്നെ അവളൊരു ശത്രു പക്ഷത്ത് തന്നെ വന്നു എന്നൊക്കെ ഉള്ള കാര്യം പറയും കേട്ടോ. അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഗംഗേട്ടനൊന്നും അറിയാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് അറിയാം കമലെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ കമലയ്ക്ക് മിണ്ടാട്ടമില്ല. കമലയാണെങ്കിൽ ചൂളി വെളുത്തിങ്ങനെ അവിടെ നിൽക്കുവാണ്. എന്തായാലും ഇതെല്ലാം പറഞ്ഞിട്ട് കമല അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക, ഈ കാര്യങ്ങൾ ആലോചിച്ച്. എന്നിട്ട് പരസ്പരം പറയുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം കൂടി അങ്ങോട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ, എല്ലാം
കറക്കി കുത്തി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് തന്നെയാണല്ലോ ഗംഗേട്ട കാര്യങ്ങൾ വന്ന് നിൽക്കുന്നേ എന്നീ മാലതി ഇങ്ങനെ പറഞ്ഞു. നമുക്ക് നോക്കാം. നമ്മൾ അറിയാത്തതായും നമ്മൾ അറിഞ്ഞതിലപ്പുറമായും എന്തൊക്കെയോ ഒന്ന് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്കുള്ള കാരണം. അല്ലെങ്കിൽ ഒരിക്കലും ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആവേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയുക. എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് ഇവർ രണ്ടുപേരും കൂടെ പറയുവാണേ. അങ്ങനെ ഇവർ ആ കാര്യമെല്ലാം സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിലും നമ്മുടെ അലീന ജോലികളെല്ലാം തീർത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവിടെ കിടന്നു. അപ്പോൾ മുത്തശ്ശിയോട് അലീന പറഞ്ഞു, നമുക്കൊന്ന് പതുക്കെ എഴുന്നേറ്റ് ഇരുന്നാലോ മുത്തശ്ശിന്ന് ചോദിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പം നല്ല ആശ്വാസം തോന്നുന്നുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ, നമുക്കൊന്ന് എഴുന്നേറ്റ് ഇരുന്ന് നോക്കിയാലോ മുത്തശ്ശിന്ന് ചോദിക്കുമ്പം, പറ്റുമോടി മക്കളെ എനിക്ക്, നമുക്ക് ശ്രമിച്ച് നോക്കാമല്ലോ, കഴിയില്ലെങ്കിൽ മുത്തശ്ശിക്ക് കിടക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ആ ഒരു സമയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ അലീന പതുക്കെ മുത്തശ്ശിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുക. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ, വേദന തോന്നുന്നുണ്ടോ മുത്തശ്ശിക്ക് എന്ന് അലീന ചോദിച്ചു. ഇല്ല, വേദനയൊന്നും തോന്നുന്നില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ ആയി. ഇനിയിപ്പം മുത്തശ്ശിക്ക് സ്വന്തമായി ഏറ്റിരിക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ കുറേശ്ശെ ചെയ്യാനും പറ്റും അല്ല മുത്തശ്ശി. പിന്നെ ഈ ബാൻഡേജും കൂടെ അങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിക്ക് പതുക്കെ കുറേശ്ശെ നടക്കാനൊക്കെ പറ്റും. ഇനിയിപ്പോൾ ആരുടെയും സഹായമൊന്നും വേണ്ട എന്നൊക്കെ അലീന ഇങ്ങനെ പറയുക. എന്നാലും എനിക്കൊരു പേടിയാടി കൊച്ചേ, ഞാൻ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയാലോ? എന്തു പറ്റാൻ? ഒന്നും പറ്റില്ല എന്നേ, അതൊക്കെ മുത്തശ്ശിയുടെ പേടി കൊണ്ട് തോന്നുന്നതാണ്. മുത്തശ്ശി നല്ല സ്ട്രോങ് അല്ലേ, മുത്തശ്ശിക്ക് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, മുത്തശ്ശി നല്ല ധൈര്യമായിട്ടിരുന്നാൽ മതി എന്നൊക്കെ അലീന ഇങ്ങനെ പറയണം. അപ്പോൾ അലീന ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ, നിനക്ക് എന്നെ എത്രയും പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഇവിടുന്ന് പോകാനല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു കേട്ടോ. അപ്പോൾ അലീന ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അലീനയുടെ ഈ മൗനം അത് തന്നെയാണെന്ന് മുത്തശ്ശിക്ക് അറിയാം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ വന്നതിന് ശേഷമല്ലേ മുത്തശ്ശി ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളും അതോടുകൂടി തീരും. പിന്നെ ആർക്കും ഒരു കുഴപ്പമില്ലാതെ ആവില്ലേ, ഈ വീട്ടിൽ പഴയ സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു വരുമെന്നൊക്കെ അലീന പറയുമ്പം, പഴയ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നിട്ട് വേണ്ടേ കൊച്ചേ അത് തിരിച്ചു വരാനായിട്ട്? എൻ്റെ മകളുടെ സ്വഭാവം നന്നായി അവൾ ഒതുങ്ങാതെ ഒരിക്കലും ഈ വീട്ടിൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് മുത്തശ്ശി അലീനയോട് പറയുക. അപ്പോൾ മുത്തശ്ശി മേഡത്തിനോടെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഏത് വൈവതമ്പുരാമെന്നിറങ്ങി പറഞ്ഞാലും അവളതൊന്നും കേൾക്കല്ല, അവൾക്ക് തോന്നുന്നതേ അവൾ ചെയ്യത്തുള്ളെന്നും പറഞ്ഞ് മുത്തശ്ശി അലീനയോട് പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബബിത അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ബബിത വന്നിട്ട്, അതെ ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ അമ്മ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. എന്നാടി വച്ചേ പറഞ്ഞേ? അത് അച്ഛനെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പറഞ്ഞേ, അച്ഛൻ നാളെ ഇങ്ങോട്ടേക്ക് വരും, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞേ എന്നും പറഞ്ഞു. ബബിത വിവരം പറഞ്ഞു. മുത്തശ്ശി ചോദിച്ചു അതിനൊക്കെ ഉത്തരവും കൊടുത്തിട്ട് അവൾ അങ്ങ് പോയി. അപ്പോഴത്തേക്കും മുത്തശ്ശി നമ്മുടെ അലീനയുടെ നേരെ ഒന്ന് നോക്കി. ഇനിയിപ്പോൾ അതേ ദിവസമൊന്നും അലീന ഇവിടെ ഇല്ലല്ലോ എന്നുള്ളൊരിതിൽ, എന്തായാലും നീ ആഗ്രഹിച്ച ദിവസം അങ്ങ് വന്നല്ലോടി വച്ചേ. ബാലൻ വന്നു കഴിഞ്ഞാൽ നീ പോകുമെന്നല്ലേ പറഞ്ഞേ, ബാലൻ ദേ വരുവാണെന്നാണ് പറഞ്ഞേ, ഇനിയിപ്പം നിനക്ക് പോവാലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ വിഷമത്തോടെ മുറിയിലൂടെ ഇങ്ങനെ നടക്കുക. ഒരു ചെറു പുഞ്ചിരി മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിച്ചിട്ട്, എന്നിട്ട് തൻ്റെ ബെഡൊക്കെ എടുത്തിട്ടിട്ട് മുത്തശ്ശിയുടെ അരികിലിരുന്ന് നമ്മുടെ അലീന കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുവാണ്. തൻ്റെ ബ്രിജിറ്റ മമ്മിയെയും അതുപോലെ കർത്താവിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് മമ്മിയോട്, മമ്മി എനിക്കിനി ഇവിടുന്ന് പോകാനുള്ള സമയമായി എന്നുള്ള രീതിയിലൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ. അതും കഴിഞ്ഞ് അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ, നീ പോകുന്നതോടെ എന്തൊക്കെയാകുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഏറ്റു നടന്നാലും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് പറയുമോ. അപ്പോൾ മുത്തശ്ശി അതൊക്കെ പറയുന്നത് കേട്ട് അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനെ അലീനയും മുത്തശ്ശിയും ഉറക്കം പിടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി. ഡോക്ടർ ബാലനെ കാണാനായിട്ട് വന്നു. അപ്പോൾ അവിടെ മനുവുണ്ട്, ഇവിടെ കൃഷ്ണയുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ കാണാനായിട്ട്, അതായത് ഡിസ്ചാർജ് ചെയ്യാനായിട്ടും ബാലനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ടും അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കൂടി നിൽപ്പുണ്ടല്ലോ. ആ നേരം വരെ വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുക. വൈജയ അകത്തേക്ക് കയറ്റിയിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ വരുന്നതിന് തൊട്ട് മുമ്പും വൈജയ ഇങ്ങനെ പുറത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും വൈജയ ഓടി അടുത്തേക്ക് ചെന്നു. ഡോക്ടർ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് തന്നെയാണ്, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നും അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതാണല്ലോ എന്ന കാര്യവും ഡോക്ടർ ഇങ്ങനെ പറയുക. വൈജയ എന്നല്ലേ പേര്, ബാലചന്ദ്രൻ്റെ വൈഫല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. നിങ്ങളും പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് വൈജയ്ക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റും. അതും ബാലൻ്റെ അടുത്തേക്കല്ല, ആ വാതക്കപ്പടിയുടെ ആ ഒരു ഇതിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുക. ബാക്കി എല്ലാവരും ചുറ്റിനും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ബാലൻ പോകാനായിട്ട് റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ കിടക്കുകയാണ്. ബാലൻ എങ്ങനെയുണ്ട്, ഇപ്പോൾ ഓക്കെ അല്ലേന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല സാറെന്നിങ്ങനെ പറയുക. മനസ്സിനാണോ കുഴപ്പമില്ലാത്തത് അതോ
ബോഡിക്കാണോ കുഴപ്പമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ബാലനൊന്നും മിണ്ടിയില്ല. പിന്നെ ബാലചന്ദ്രൻ വളരെയേറെ സൂക്ഷിക്കണം. ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞ ആളാണെന്നുള്ള ആ ഒരു ബോധം വേണം. ഇപ്പോഴും ഒരു ബ്ലോക്ക് ബോഡിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ കയറാനോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവാനോ ഒന്നും ശ്രമിക്കരുതെന്നും എപ്പോഴും വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം മുന്നോട്ട് പോകാനെന്നും പറയുവാണ്. അതുപോലെ മനസ്സിന് ഭാരം തരുന്ന ആ ഒരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാക്സിമം ഒഴിവായി മാറിപ്പോവുകയാണ് വേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക ഡോക്ടർ. ഇനിയിപ്പോൾ അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ കിടക്കുന്നു. വൈജയന്തി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സെപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം, എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം കൂളായി ഇതാക്കണം എന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ പോകുന്ന അന്തരീക്ഷം അത് ബാലചന്ദ്രന് പറ്റുന്നതല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാലചന്ദ്രന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ടും ശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയ് ഇങ്ങനെ ഒരു നോട്ടം ഇവരെ. അപ്പോൾ വൈജയെ കൊള്ളിച്ചാണ് ഡോക്ടറും പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലായി നമ്മുടെ വൈജയ്ക്ക്. അപ്പോൾ ആദ്യം ബാലചന്ദ്രന് വേണ്ടുന്ന ഉപദേശങ്ങളും കാര്യങ്ങളെല്ലാം ഡോക്ടർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വൈജയന്തിയോടും പറയാം. അപ്പോൾ ഇതിവിടെ എല്ലാവരും ഇതെല്ലാം കണ്ട് വൈജയന്തിയും ബാലനെയൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കും. അപ്പോൾ ഈ ഡോക്ടർ ഇതൊക്കെ പറയുമ്പോൾ ബാലനാണെങ്കിലും വലിയ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിനോടും തിരിച്ചു മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈജയന്തിയോട് പറഞ്ഞു, മാക്സിമം ബാലചന്ദ്രന് റിലാക്സബിൾ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും സംസാരിക്കരുത്. വീട്ടിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളത്തേക്ക് അതൊന്നും ഉണ്ടാകാൻ പാടില്ല. ബാലൻ ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട സമയമാണിത്. കാര്യങ്ങളെല്ലാം വൈജയന്തിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയെല്ലാം വൈജയന്തിയുടെ കയ്യിലാണെന്ന് പറയുകയാണ്. ഒരു കാരണവശാലും ബാലന് ഒരു പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഫാമിലിയിൽ ഉണ്ടാകരുതെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് വൈജയന്തി ഇങ്ങനെ ഒരു കുറ്റക്കാരിയെ പോലെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ ഡോക്ടറും വൈജയന്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വൈജയന്തിക്ക് മുന്നിൽ ആ സത്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാലനെയും കൂട്ടിക്കൊണ്ട് പോകാൻ റെഡി ആയിക്കോളാൻ ഇവരോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ അവിടെ നിന്നിങ്ങനെ ഒരു ദയനീയമായിട്ടൊരു നിറകണ്ണുകളോടുകൂടി ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ അങ്ങ് കിടന്നു. വൈജ കാണണ്ട എന്നുള്ളൊരു രീതിയിൽ, അവളെൻ്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു രീതിയിൽ. അത് കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് മനസ്സിലായി ബാലന് തന്നെ കാണാൻ താല്പര്യമില്ല, ഇഷ്ടമല്ല എന്ന്. അപ്പോൾ വൈജയന്തി അങ്ങനെ സ്വാഭാവികമായി ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനുവും അതുപോലെ നമ്മുടെ കൊച്ചും കൃഷ്ണജ അവിടെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് നേഴ്സ് പറഞ്ഞു അവിടെ ബില്ലിൽ മരുന്നും ബാക്കി കൊണ്ടുപോകാനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം ഉണ്ട്, അപ്പോൾ അതൊക്കെ പോയി മേടിച്ചോളണം എന്നും പറഞ്ഞു. നേഴ്സും ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് 2-3 പേർക്കും കൂടി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ വീട്ടിൽ പോകുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക. ആ സമയത്ത് അലീനയോട് ബാലൻ വരുമ്പോഴത്തേക്ക് മുറിയൊക്കെ ക്ലീൻ ചെയ്തിടണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞപ്പോൾ അലീന അവിടെ അതിൻ്റെ കൊണ്ടുപിടിച്ച പണിയില്ല. ബാലൻ വരുമ്പോഴത്തേക്ക് മുറി റെഡിയാക്കി ഇടുക എന്നുള്ളതിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ടാറ്റാ.